ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് ജീവിച്ചിരിക്കേണ്ടതിന് നാം എന്താണ് ചെയ്യേണ്ടത്. ജീവിച്ചിരിക്കേണ്ടതിന് നാം എന്താണ് ചെയ്യേണ്ടത്? ഈ ലോകത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ നാം ഓരോരുത്തരുടെയും ചിന്ത എന്ന് പറയുന്നത് ഒരിക്കൽ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണു, മുമ്പോട്ടുള്ള ജീവിതം മാതാപിതാക്കളുടെ സഹായത്തിലൂടെ, എൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ ഞാൻ മുമ്പോട്ട് കടന്നു വന്നതിന് ശേഷം മുമ്പോട്ട് ജീവിച്ച് ഒരു യൗവനത്തിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെയാണ് എല്ലാ കാര്യവും ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് അധികവും ഈ ലോകത്തിൽ ജീവിക്കുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് റിലിജനിൽ മതത്തിൽ ജനിച്ചുവോ ആ മതത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട്, നാം അതിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചട്ടക്കൂട്ടിൽ തന്നെ നിന്ന് കൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് ഒരു നല്ല വിശ്വാസിയായി ജീവിക്കണം. ബൈബിളിലേക്ക് നാം നോക്കുമ്പോൾ നാം അവിടെ കാണുന്നത് സദൃശവാക്യം 7-ാം അധ്യായം 1-2 വാക്യത്തിൽ പ്രകാരം പറയുന്നു: മകനെ, എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. അതായത്, മകനെ, എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഹരിച്ചു കൊള്ളുക. 2-ാമത്തെ വാക്യം പറയുന്നത്, നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക എന്നാണ്. അതായത്, നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശങ്ങളെയും നിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക എന്നാണ്. നാം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുവെങ്കിൽ, നമ്മൾ ജനിച്ച് കുറെ കഴിയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് മാമോദീസയിലൂടെ നമ്മെ നല്ല ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കത്തക്കവണ്ണം മുറോൻ അഭിഷേകത്തിലൂടെ, ആദ്യ കുർബാനാനുഭവത്തിലൂടെ നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന് നാം ആ സഭയുടെ ചട്ടക്കൂടിൽ നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം മാതാപിതാക്കൾ മകനെ മകളെ ശരിയായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അവൻ അതിൻ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിച്ച് ഈ ലോക ജീവിതം സഫലമാക്കുവാൻ ആ വ്യക്തിക്ക് സാധിക്കും. അങ്ങനെ ഈ ലോക ജീവിതം സഫലമാക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യത്തിൽ ഒരു അവകാശിയായി തീരുന്നതിന് വേണ്ടിയിട്ട് അവൻ 2 നേരം പ്രാർത്ഥിക്കുകയും വചനത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുകയും ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ആണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഈ വചനത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നത്. മകനെ, എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഹരിച്ചു കൊള്ളുക. നാം ചിന്തിക്കേണ്ടത്, അങ്ങനെ എത്ര പേർ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് കൽപ്പനകളെ ഉള്ളിൽ സംഹരിക്കുന്നത് ഉണ്ട് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയും നമ്മുടെ മനസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ നാം ജീവിക്കുന്ന ആ വീട്ടിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു ദൈവാനുഗ്രഹമുള്ള അല്ലെങ്കിൽ ഒരു മാതൃകാപരമായ ഒരു കുടുംബത്തിൽ ആയിരിക്കണം. അതിന് മാതാപിതാക്കളാണ് ഏറ്റവും ആദ്യം അതിന് ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കേണ്ടത്. തൻ്റെ മകനെ മകളെ ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിപ്പിക്കണമെന്നുണ്ട് എങ്കിൽ ഈ വചനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതായത്, ദിവസവും വേദപുസ്തകവും വായിച്ച് ഗ്രഹിക്കുന്ന ഭവനത്തിൽ കുഞ്ഞുങ്ങൾ ഒരിക്കലും മാതാപിതാക്കളുടെ കൺട്രോളിൽ നിന്ന് വെളിയിൽ പോവുകയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ ഇന്നത്തെ ലോകത്തെ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ കഴിഞ്ഞും കൂടുതൽ വിദ്യാഭ്യാസമായി കഴിയുമ്പോൾ അവർ അത് ഗ്രഹിക്കാതെ, മാതാപിതാക്കളെ അനുസരിക്കാതെ അവരുടെ വഴിയിലൂടെ പോകുന്നതായാണ് നാം കൂടുതലായി കണ്ടുവരുന്നത്. അങ്ങനെ മുമ്പോട്ട് പോകുന്നതായ അവസരത്തിൽ
വരാൻ പോകുന്നതായ സാഹചര്യം എന്തെന്ന് പറഞ്ഞാൽ, സത്യവിശ്വാസം എന്ന് പറയുന്നത് തലമുറയ്ക്ക് കൈമാറുവാൻ സാധിച്ചില്ല എങ്കിൽ എത്തിസ്റ്റിൻ്റെ വിശ്വാസമില്ലാത്ത, മതത്തെ വിശ്വസിക്കാത്ത ഒരു വിഭാഗം, ഒരു സമൂഹം, ഒരു ജനത, ഒരു വിഭാഗം ആൾക്കാർ മുമ്പോട്ട് കടന്നു വരും. അടുത്ത തലമുറയിൽ വിശ്വാസമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ നാം ഓരോരുത്തരും സൊദോം ഗൊമോറയിലെ അവസ്ഥയിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കോപം നമ്മളിൽ എല്ലാവരിലും വരികയും അത് വലിയ ഒരു നാശത്തിന് കാരണമായി തീരുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആയതിനാൽ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പുതിയ തലമുറയെ നാം മനസ്സിലാക്കി കൊടുക്കേണ്ടത്, ജീവിച്ചിരിക്കേണ്ടതിന് നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിത്യതയിൽ നമുക്ക് ചെന്ന് അവിടെ നമുക്ക് ഒരു അവകാശം ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ദൈവം എപ്പോഴും നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, വചനത്തെ വായിച്ച് ഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യതയിൽ അവകാശിയാകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിൻ പ്രകാരം അവർ ജീവിക്കുകയും ചെയ്താൽ ഈ ലോക ജീവിതം സഫലമാകുമെന്ന് മാത്രമേ അവസരത്തിൽ ഉപദേശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ സംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.